ബന്ധുക്കളുടെ നിന്നൊക്കെ വാങ്ങി അടുത്ത റീപേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തന്നെ ലോൺ സാങ്ഷൻ ആകുകയും ഡിസംബർ 31 തന്നെ ആ ബാങ്കിൽ നിന്നുള്ള ചെക്ക് ഞങ്ങൾക്ക് ലോൺ എടുത്ത കുടിശ്ശികയായ ബാങ്കിൽ കൊണ്ട് കൊടുക്കുവാനും സാധിച്ചു. അങ്ങനെ ഈ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള നമ്മുടെ കൃപാസന മാതാവ് ഈശോ മിശിഹ വഴി സമയബന്ധിതമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഇടപെട്ടതിൻ്റെ ലക്ഷണങ്ങളാണ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് എഡിസൺ ജോർജ്, ഇതെൻ്റെ അമ്മ സോഫി ജോർജ്. ഞങ്ങൾ കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. അമ്മയാണ് ഉടമ്പടി എടുത്തത്. ആദ്യമായി ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത് 2020 ആണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2014 എൻ്റെ ഫാദർ ഒരു റബ്ബർ സ്ലോട്ടർ ടാപ്പിങ്, റബ്ബർ പാട്ടത്തിനെടുത്ത് വെട്ടുന്ന ഒരു ബിസിനസ് നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് റബ്ബറിന് ഗണ്യമായി വില കുറയുകയും റബ്ബറിൻ്റെ തടിയെടുക്കുന്ന മില്ലുകൾ പോലും പൂട്ടിപ്പോവുകയും ഉണ്ടായ സാഹചര്യം ഉണ്ടായതിനാൽ ഞങ്ങൾക്ക് ആ തോട്ടത്തിൽ നിന്ന് കൃത്യമായി വരുമാനം ലഭിക്കാതെ വരികയും ആ തോട്ടം എടുത്തത് തന്നെ 2 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരുന്നു. ആ ലോൺ തിരിച്ചടയ്ക്കാതെ വരികയും തോട്ടം ഉപേക്ഷിച്ച് പോരുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ 2020 ഉടമ്പടി എടുത്തു. കാരണം ഞങ്ങൾ എടുത്ത ലോൺ 2014 എടുത്ത 2 ബാങ്കിൻ്റെ ലോൺ നടപടികളിലേക്ക് പോയിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ചടവ് നടത്തിയിരുന്നില്ല. മുടങ്ങിയതിനാൽ ബാങ്കുകൾ ഞങ്ങളെ നിരന്തരം നോട്ടീസ് അയക്കുകയും അത് തിരിച്ചടച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ 2020 ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായി ഉടമ്പടി പ്രവർത്തികൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കോവിഡ് കാരണം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു വിശുദ്ധ കുർബാനയും കാര്യങ്ങളുമൊക്കെ. പക്ഷേ കോവിഡിന് ശേഷം വീണ്ടും ഉടമ്പടി പുതുക്കുകയും ഞങ്ങളും എല്ലാവരും ഉടമ്പടി പ്രവർത്തികൾ കൂടുതൽ തീക്ഷ്ണരാകുകയും ചെയ്തിരുന്നു. 2020 ഞാൻ ബിടെക് പാസ് ഔട്ടായെങ്കിലും ആ വർഷം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലി ലഭിച്ചു. പക്ഷേ കോവിഡ് ആയതിനാൽ ഇന്ത്യക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് എനിക്ക് ജോലി ലഭിച്ച കമ്പനിയിൽ നിന്ന് എന്നെ എടുത്തില്ല. ഞാൻ എംടെക്കിന് പോയി. 2022 ആകുമ്പോഴത്തേക്ക് എംടെക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ഒരു ലോണിൻ്റെ ഒരു കാലാവധി അവസാനിക്കുന്ന സമയമാണ് ഞാൻ എംടെക് തീരുന്ന സമയം. ആ എംടെക് തീരുന്ന സമയം ഒരു ജൂലൈ 31. എനിക്ക് ആ ജൂലൈ 30 ഒരാഴ്ച മുമ്പ് തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ആ ജോലിയുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ സമയമായ ആ ലോൺ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ആ ജോലി ഞാൻ തുടർന്ന് പോരുന്നു. അടുത്തൊരു ബാങ്കിലൂടെ ലോണുണ്ട്. ആ ലോൺ വലിയൊരു ലോണാണ്, ഭീമമായ ലക്ഷങ്ങളുടെ തുകയാണ്. ഞങ്ങൾക്ക് ഒരു കാരണത്തിലും തിരിച്ചടയ്ക്കാനാവത്തില്ല. ആ ബാങ്കുകാരൻ ഞങ്ങൾക്ക് വീണ്ടും നോട്ടീസ് അയച്ചു. 2023 ഓഗസ്റ്റ് ആയപ്പോൾ ഞാൻ ജോലിയിൽ പെർമനൻ്റായി കൺഫേംഡ് എഞ്ചിനീയറായി 1 വർഷമായതിനാൽ എനിക്ക് വീണ്ടും സാലറി കൂട്ടി ലഭിച്ചു. പക്ഷേ ആ ലോൺ തിരിച്ചടയ്ക്കാൻ മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ മറ്റൊരു ബാങ്കിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. പല ബാങ്കുകളിലൂടെ ബന്ധപ്പെട്ടെങ്കിലും എൻ്റെ സാലറി വേണ്ടത്ര ഇല്ലാത്തതിനാൽ ഈ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഒരു ബാങ്ക് സഹായിച്ചില്ല. ഒരു ബാങ്ക് ഞങ്ങൾക്ക് സഹായത്തിനില്ല. എല്ലാവരും പറയുന്നത് നിങ്ങളുടെ സാലറി കറക്റ്റായിട്ടില്ല, ഓരോരോ കൂടുതൽ സ്ഥലം കൂടെ തരണം, ലോൺ ഇല്ലാത്ത സ്ഥലം തരണം, അങ്ങനെ ഓരോ കാരണം പറഞ്ഞ് 2-3 ബാങ്ക് ഞങ്ങൾ ഉപേക്ഷിച്ചു. ഡിസംബർ 31 തിരിച്ചടച്ചില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് ആദ്യം ലോൺ എടുത്ത ബാങ്ക് ഞങ്ങളോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ഡിസംബർ 31 ഒരാഴ്ച മുന്നേ ഡിസംബർ 24-25 ക്രിസ്മസിൻ്റെ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ബാങ്ക് ഞങ്ങൾ പല ആളുകൾ വഴി സംസാരിച്ചത് വഴി ഈ ഒരു അവസ്ഥയിൽ, ഈ സാലറി ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ ഞങ്ങൾ ബന്ധുക്കളുടെ നിന്നൊക്കെ വാങ്ങി അടുത്ത റീപേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തന്നെ ലോൺ സാങ്ഷൻ ആകുകയും ഡിസംബർ 31 തന്നെ ആ ബാങ്കിൽ നിന്നുള്ള ചെക്ക് ഞങ്ങൾക്ക് ലോൺ എടുത്ത കുടിശ്ശികയായ ബാങ്കിൽ കൊണ്ട് കൊടുക്കുവാനും സാധിച്ചു. അങ്ങനെ ഈ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള നമ്മുടെ കൃപാസന മാതാവ് ഈശോ മിശിഹ വഴി സമയബന്ധിതമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഇടപെട്ടതിൻ്റെ ലക്ഷണങ്ങളാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ ഞങ്ങൾ ബന്ധുക്കളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഓഗസ്റ്റിൽ എനിക്കൊരു സാലറി ഹൈക്ക് ലഭിച്ചെങ്കിൽ ആനുവൽ ഇൻക്രിമെൻറ്റ് ഡിസംബർ ആകുമ്പം എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്കത് ലഭിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഓഗസ്റ്റിൽ എനിക്ക് ഓൾറെഡി ആനുവൽ ഇൻക്രിമെൻറ്റ് ഹൈക്ക് കിട്ടിയതാണ്. പക്ഷേ ബാക്കി എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിനെ പോലെ ജനുവരി മാസം ആയപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ അവർക്ക് കിട്ടുന്ന പോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഹൈക്ക് എൻ്റെ സാലറിയിലും ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ സാലറിയിൽ നിന്ന് തന്നെ ഈ 2 ലോണും അടയ്ക്കുക, അതിന് മിച്ചം പൈസയും കിട്ടുമെന്നുള്ള രീതിയിലേക്ക് എൻ്റെ സാലറി ഈ ജനുവരിയിൽ ഉയരുകയുണ്ടായി. അപ്പം മറ്റ് ബന്ധുക്കളെ ആശ്രയിക്കേണ്ടി വന്നില്ല. എല്ലാ ലോണും എൻ്റെ സാലറിയിൽ നിന്ന് തന്നെ അടയ്ക്കാനും സാധിച്ചു. അതിന് മുമ്പ് തന്നെ ഇവിടെ ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ അമ്മയും അച്ചാച്ചനും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ ആ നോട്ടീസ് മാതാവിൻ്റെ
രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങൾക്ക് കാശ് രൂപം തന്നുവിടുകയും ഒരു പ്രശ്നമില്ലെന്ന് പറയുകയും ചെയ്തു. ആ കാശ് രൂപം ഞങ്ങളുടെ ഒരു പറമ്പിൽ അത് കുഴിച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ കാര്യം, ആ കാശ് രൂപം ഇട്ട പറമ്പ് ഞങ്ങൾക്ക് ആധാർ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. മറ്റ് ബാങ്കിൽ വെച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. കാരണം ബാക്കി എമൗണ്ടിൽ ആധാരത്തിൽ തന്നെ ഈ എമൗണ്ട് സെറ്റിലാകാൻ സാധിച്ചു. അങ്ങനെ കാശ് രൂപ ഇട്ട പറമ്പ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്തു. മറ്റ് ലോൺ ഇപ്പോൾ അടച്ചു പോകുന്നു. എത്രയും വേഗം തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ബാക്കി ലോണുകൾ കൂടി അടച്ചു തീർക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടിയിൽ ഞങ്ങൾ വെക്കാത്തൊരു കാര്യമായിരുന്നു, അമ്മയുടെ സഹോദരൻ്റെ ഒരു പുത്രൻ വൈദിക വിദ്യാർത്ഥിയാണ്, 4 വർഷം കൂടെ വൈദികനാകാനുള്ളൂ. ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ, ചങ്ങനാശ്ശേരിയിൽ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ വെൻറ്റിലേറ്ററിലായി. ഡോക്ടർമാർ പറഞ്ഞത് 72 മണിക്കൂർ കൂടെ ഇവന് ജീവൻ ഉണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ, ഒട്ടും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷേ അവന് വേണ്ടിയിട്ട് അമ്മയുടെ നെറ്റിയിൽ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 72 മണിക്കൂർ കഴിഞ്ഞു. അത് വെൻറ്റിലേറ്ററിൽ നിറക്കി ഇപ്പോൾ അവൻ ആൾക്കാരെ തിരിച്ചറിയുന്നു, രോഗസൗഖ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചെയ്തിട്ടുണ്ട്. ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോ മിശിഹായ്ക്കും, വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോ മിശിഹായ്ക്കും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പരോപകാര പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികളെല്ലാം വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യകാലത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോവില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ദിവസവും ദിവ്യബലി അർപ്പിക്കാൻ, എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് സാധിക്കില്ലെങ്കിലും ഫാദറിനും മദറിനും എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാവരും ദിവസവും ബൈബിൾ വായന മുടങ്ങാതെ, ഞാനൊക്കെ ഇടയ്ക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ദിവസം നിർബന്ധമാണ് ബൈബിൾ വായന നടത്തണമെന്നുള്ള കാര്യം. അത് വെറുതെ നടത്തുമല്ല, അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് തന്നെ അത് ബൈബിൾ വായന നടത്തുകയും, അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ അമ്മയും ഫാദറും കൂടെ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് മരുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് താങ്ങാവുന്ന പൈസ ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പത്രം, ഇവിടുത്തെ കൃപാസന പത്രം നമ്മൾ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. അതിലുപരിയായിട്ട് നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്ത് ഇവിടത്തെക്കുറിച്ച് പറഞ്ഞ്, കാരണം നമുക്ക് ലഭിച്ച അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തണം, ആ ദൈവാനുഭവം എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആത്മീയ ജീവിതത്തിലും വളരെ ഉണർവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിനും ദൈവതിരുമാരനും നന്ദി അർപ്പിക്കുന്നു. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1:7 തിരുവചനം പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. അതുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തിൻ്റെ ദുരിത സാഹചര്യങ്ങളിൽ